ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കഥയുടെ സ്റ്റാർട്ടിനെ കാണിക്കുന്നത് നമ്മുടെ ഈ കഥയിലെ ഹീറോയിനാണ് കേട്ടോ. ഇവളുടെ പേരാണ് ലുലു. ലുലുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ലുലു മാരീഡാണ്. ഇവള് മാരേജ് ചെയ്ത പയ്യനാണെങ്കിൽ സംസാരിക്കാൻ പറ്റില്ല കേട്ടോ. അത് ഇവളുടെ ഹസ്ബൻഡാണ്. അവനാണ് നമ്മുടെ ഈ സീരീസിലെ ഹീറോ കേട്ടോ. എന്നിട്ട് ഇവള് പറയാണ്, ഇന്നത്തോടു കൂടി എല്ലാം അവസാനിക്കുകയാണ്. ഇനി നിങ്ങളെപ്പോലെ ഒരു മ്യൂട്ട് ഹസ്ബൻഡ് എനിക്ക് വേണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ലുലാണെങ്കിൽ നമ്മുടെ ഹീറോയ്ക്കാണെങ്കിൽ വിഷം കൊടുക്കാൻ നോക്കാണ് കേട്ടോ. നമ്മുടെ ഹീറോ ആണെങ്കിൽ ഉറങ്ങാണ്. എന്നിട്ട് ഇവളാണെങ്കിൽ പോയിസൺ കളർത്തിട്ടുണ്ടായിരിക്കും. ആ വാട്ടറാണെങ്കിൽ നമ്മുടെ ഹീറോൻ്റെ വായിൽ വെച്ച് കൊടുക്കാനാണ് നോക്കുന്നത്. അപ്പോൾ അതേ ടൈമിൽ കറക്റ്റ് നമ്മുടെ ഹീറോ ആണെങ്കിൽ അവളെ കൈ കയറി പിടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കണ്ട് നമ്മുടെ ഹീറോയിനൊന്ന് ഷോക്കാവുന്നുണ്ട്. ആക്ച്വലി അവ ഉറങ്ങിയിട്ടുണ്ടായിരിക്കില്ല കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോ ആണെങ്കിൽ നമ്മുടെ ഹീറോയിനെ പിടിച്ച് ആ ഗ്ലാസ് ആണെങ്കിൽ നിലത്ത് വീണ് പൊട്ടുണ്ട്. എന്നിട്ട് ഇവളുടെ അടുത്ത് ഇവനെ ആക്ഷൻ കാണിക്കുകയാണ്. കാരണം ഇവൻ ഓൾറെഡി സംസാരിക്കാൻ കഴിയില്ലല്ലോ. എന്നിട്ട് ഇവൻ കുരക്കിൽ പിടിച്ച് ഞെക്കി കഴിഞ്ഞിട്ട് ഇവളെ കൊല്ലാൻ നോക്കാണ് കേട്ടോ. അപ്പോൾ അതേ ടൈമിൽ നമ്മുടെ ഹീറോയിൻ്റെ ബ്രദേഴ്സൊക്കെ ഉണ്ട്. ഈ വോയിസ് കേട്ടിട്ട് അവരാണെങ്കിൽ വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇവർ വന്നു കഴിഞ്ഞിട്ട് നോക്കുന്ന സമയത്ത് നമ്മുടെ ഹീറോയിനാണെങ്കിൽ നമ്മുടെ ഹീറോ ഇങ്ങനെ കുരക്കിൽ പിടിച്ച് ഞെക്കി നിൽക്കുകയാണ്. അപ്പോൾ ഈ ടൈമിലാണെങ്കിൽ ഇവർ വന്നിട്ട് എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ഹീറോ കാര്യങ്ങൾ ആക്ഷനിലോട് പറയുന്നുണ്ട്. ഇവരാണെങ്കിൽ നമ്മുടെ ഹീറോയിനാണെങ്കിൽ പിടിച്ച് അവിടെ നിന്ന് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നല്ല അടി അവൾക്ക് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനെ ജയിലിലാക്കാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ഹീറോയിൻ ജയിലിലായിട്ടുണ്ട്. ഇപ്പോൾ ഈ ടൈമിൽ നമ്മുടെ ഹീറോയിനാണെങ്കിൽ കുറച്ച് കുറ്റബോധമൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇവൾ തന്നെ പറയാണ്, എൻ്റെ ലൈഫ് എന്ന് പറയുന്നത് കുറച്ച് ബാഡായിരുന്നു. ഇനി എനിക്കൊരു ലൈഫ് ഇതുപോലെ തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും ഈ മിസ്റ്റേക്സ് ആവർത്തിക്കില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവളാണെങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ഹീറോയിനാണെങ്കിൽ റീസെറ്റായിട്ട് ഒരു വർഷം പിറകോട്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് ഇവള് കണ്ണുറക്കുന്ന സമയത്ത് ഇവള് നമ്മുടെ ഹീറോയിൻ്റെ വീട്ടിൽ തന്നെയാണ് കേട്ടോ. എന്നിട്ട് ഇവള് പറയാണ്, അല്ല എന്താ സംഭവിച്ചതെന്ന് നമ്മുടെ ഹീറോയിൻ തന്നെ ചിന്തിക്കാണ് കേട്ടോ. അപ്പോൾ ആ ടൈമിൽ അവൾക്ക് മനസ്സിലായിട്ടുണ്ട് അവളുടെ ലൈഫാണെങ്കിൽ റീസെറ്റ് ആയിട്ടുണ്ടെന്ന്. പിന്നീട് അവളുടെ ഫ്ലാഷ് ബാക്കാണ് കാണിക്കുന്നത് കേട്ടോ. നമ്മുടെ ഹീറോ എന്ന് പറയുന്നത് നല്ല രീതിയിൽ ക്ലബ്ബുകളിലൊക്കെ പോയിട്ട് ഒരുപാട് പണമൊക്കെ ഇങ്ങനെ ആവശ്യമില്ലാണ്ട് ഇങ്ങനെ യൂസ് ചെയ്തിട്ട് അവിടുത്തെ മെയിൽ മോഡൽസ് ഒക്കെ ഉണ്ടല്ലോ അവരുടെ അടുത്ത് ക്ലോസ് ഒക്കെ ആയിട്ട് അങ്ങനത്തെ ഒരു ബാഡ് ക്യാരക്ടറായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ ഇവളെ കസിൻസിനൊക്കെ ഒരുപാട് ക്യാഷുകൾ കൊടുക്കുമായിരുന്നു. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഇവൾ ആലോചിക്കാൻ കേട്ടോ. നമ്മുടെ ഹീറോ പറയണ വാക്കുകളൊന്നും അവൾ കേൾക്കില്ല. നമ്മുടെ ഹീറോയിനെ തീർത്ത് അവോയ്ഡ് ചെയ്തിട്ട് അവനെ ടോർച്ചർ ചെയ്യണ ഒരു വൈഫായിരുന്നു നമ്മുടെ ഹീറോയിൻ. എന്നിട്ട് ഇവൾ ഇതൊക്കെ ആലോചിച്ചിട്ട് പറയാൻ, ഇനി ഒരിക്കലും ഞാൻ എൻ്റെ പഴയ ലൈഫിലേക്ക് പോകില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഞാനിനി നല്ലൊരു വൈഫായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഹീറോനെ നല്ല രീതിയിൽ കെയർ ചെയ്യുന്നു പറഞ്ഞിട്ട് ഇവൾ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അതായത് ഇനി അവൾ ആ തെറ്റുകൾ എന്തായാലും എല്ലാം തിരുത്തി കഴിഞ്ഞിട്ട് നല്ലൊരു ലൈഫ് അവൾ റൺ ചെയ്യുന്നതാണ് അവൾ പറയുന്നത്. പിന്നെ നെക്സ്റ്റ് മോർണിംഗ് ആണ് കാണിക്കുന്നത്. ഈ ടൈമിലാണെങ്കിൽ നമ്മുടെ ഹീറോയിനാണെങ്കിൽ നല്ല രീതിയിൽ ഡ്രസ്സൊക്കെ ചെയ്തിട്ട് ഇവളാണെങ്കിൽ നമ്മുടെ ഹീറോൻ്റെ അടുത്ത് വരുന്നുണ്ട് കേട്ടോ. ഹീറോ ആണെങ്കിൽ അവിടെ ഇരിക്കേണ്ട ആ ടൈമിൽ ഇവൾ വന്നിട്ട് ഗുഡ് മോർണിംഗ് ഹസ്ബൻഡ് എന്ന് പറയുന്നുണ്ട് കേട്ടോ. പക്ഷെ നമ്മുടെ ഹീറോ ആണെങ്കിൽ ഇവളെ മൈൻഡ് ചെയ്യണില്ല. കാരണം വേറൊന്നല്ല, നമ്മുടെ ഹീറോനാണെങ്കിൽ മുന്നേ ഇവൾ നല്ല രീതിയിൽ ടോർച്ചർ ചെയ്തിട്ടുണ്ടായിരിക്കുമല്ലോ. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹീറോയ്ക്ക് നമ്മുടെ ഹീറോയിൻ്റെ മേലെ തീരെ ഇഷ്ടമൊന്നുമില്ല. പക്ഷേ ഹീറോയിനാണെങ്കിൽ ഇപ്പോൾ അവളെ ക്യാരക്ടർ മൊത്തത്തിൽ ചേഞ്ച് ആയിട്ടുണ്ടല്ലോ. എന്നിട്ട് ഇവളും ഗുണഗുണാന്ന് നമ്മുടെ ഹീറോൻ്റെ അടുത്ത് സംസാരിക്കും. പക്ഷേ ഇവനാണെങ്കിൽ മൈൻഡ് ചെയ്യണില്ല. ആ ടൈമിൽ കറക്റ്റ് നമ്മുടെ അവിടുത്തെ സെർവൻ്റ് ഉണ്ടല്ലോ ആൾ വന്നിട്ട് പറയാണ്, നമ്മുടെ ഹീറോയിൻ്റെ ഫ്രണ്ട് വന്നിട്ടുണ്ട് അവളെ കാണാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ടൈമിൽ ആ ഫ്രണ്ട് അവിടേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇവളെ കാണുന്ന സമയത്ത് തന്നെ നമ്മുടെ ഹീറോയിനാണെങ്കിലല്ലോ ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. ആക്ച്വലി നമ്മുടെ ഈ ഹീറോയിൻ്റെ ഫ്രണ്ടും ഇവളും ഭയങ്കര കൂട്ടാണ്. ഇവളാണ് നമ്മുടെ ഹീറോയിനെ ക്ലബ്ബിലൊക്കെ കൊണ്ടുപോയിട്ട് അവളെ ക്യാരക്ടർ തന്നെ ബാഡാക്കിയിട്ടുണ്ടായിരിക്കും കേട്ടോ. നമ്മുടെ ഹീറോയ്ക്കാണെങ്കിൽ ഈ പെണ്ണിനെ കണ്ടാൽ തന്നെ ഭയങ്കര ദേഷ്യമാണ്. നമ്മുടെ ഹീറോൻ്റെ കമ്പനി തന്നെയാണ് വർക്ക് ചെയ്യണത് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോ ആണെങ്കിൽ ദേഷ്യപ്പെട്ട് കഴിഞ്ഞിട്ട് അവിടുന്ന് എണീറ്റ് പോകാൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോയിനാണെങ്കിൽ ദേഷ്യം വരുന്നുണ്ട്. ഇവളെന്തിനാണ് ഇവിടെ വന്നതെന്നാണ് അവൾ മനസ്സിൽ ചിന്തിക്കണത് കേട്ടോ. എന്നിട്ട് ഹീറോ പോകുന്ന ടൈമിലാണെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ ഹീറോയിനാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇരിക്കാൻ പറയുന്നുണ്ട് നമ്മുടെ ഹീറോൻ്റെ അടുത്ത്. അപ്പോൾ ഈ ടൈമിലാണെങ്കിൽ നമ്മുടെ ഹീറോ ടൈപ്പ് ചെയ്ത് കാണിച്ചു കൊടുക്കുന്നുണ്ട്, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ എന്നെ നോക്കണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. അതായത് ഈ പെണ്ണ് വന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഹീറോയ്ക്ക് തീരെ ഇഷ്ടമായിട്ടില്ല. എന്നിട്ട് ഇവനാണെങ്കിൽ അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ സമയത്തിനുണ്ടല്ലോ നമ്മുടെ ഹീറോയിനെ എന്തോ പോലെ ആവുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഈ പെണ്ണാണെങ്കിൽ ഹീറോയിൻ്റെ അടുത്ത് വന്നിട്ട് സംസാരിക്കുകയാണ്, ലുലു നീ എന്തപ്പോൾ ക്ലബ്ബിൽ വരാത്തതെന്നൊക്കെ പറയുന്നത്, നിന്നെ ഒരുപാട് മിസ് ചെയ്യുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവളാണെങ്കിൽ നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ ടൈമിൽ നമ്മുടെ ഹീറോയിൻ പറയുന്നുണ്ട്, നീ എന്തിനിപ്പോൾ ഇവിടെ വന്നതെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫ്രണ്ടും പറയുന്നുണ്ട്, ഞാൻ നിൻ്റെ ക്ലോസ് ഫ്രണ്ട് അല്ല, എനിക്ക് നിൻ്റെ വീട്ടിൽ വന്നോടെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹീറോയിനും പറയുന്നുണ്ട്, അതൊക്കെ നമുക്ക് പുറത്ത് വെച്ച് സംസാരിക്കാൻ, നീ തൽക്കാലം ഇങ്ങോട്ട് വരണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. എൻ്റെ ഹസ്ബൻഡിന് നീ വരുന്നത് ഇഷ്ടമല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ഈ പെണ്ണ് ചോദിക്കുന്നുണ്ട്, എന്ത് ഹസ്ബൻഡാണെന്നോ, നിനക്ക് ഹസ്ബൻഡിന് ഇഷ്ടമല്ലായിരുന്നല്ലോ, പിന്നെ നീ എന്താണ് ഹസ്ബൻഡിനെ കുറിച്ച് പറയാൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹീറോയിൻ പറയുന്നുണ്ട്, അത് മുന്നെന്ന് പറയുന്നുണ്ട് കേട്ടോ, എനിക്ക് ഇപ്പം ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇവൾ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫ്രണ്ടിന് ഇത് കേട്ട് ഷോക്കാവുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനും പറയാണ്, നീ ഇവിടേക്ക് വരണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ആൻറ്റി ഉണ്ടല്ലോ, അതായത് സെർവൻറ്റ്, ആ സെർവൻറ്റിൻ്റെ അടുത്ത് നമ്മുടെ ഹീറോയിൻ പറയാണ്, ഇവളെ പിടിച്ച് പുറത്താക്കാൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കേൾക്കേണ്ട താമസം നമ്മുടെ ആൻറ്റി ആണെങ്കിലോ ആ പെണ്ണിനെ പിടിക്കാൻ വരുന്നുണ്ട്. അപ്പോൾ ഈ ടൈമിൽ നമ്മുടെ ഈ പെണ്ണ് പറയുന്നുണ്ട്, ലുലു ലുലു എന്ന് വിളിക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ നമ്മുടെ ഹീറോയിനാണെങ്കിൽ അത് കേൾക്കാത്ത പോലെ ഇരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഇവളും പറയാണ്, നീ പോശല്ലെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹീറോ ആണെങ്കിലോ ഇക്കൊക്കെ ചെയ്യണതൊക്കെ കാണുന്നുണ്ട് കേട്ടോ. അവൻ പോയിട്ടുണ്ടായിരിക്കില്ല. എന്നിട്ട് ഇവൻ മനസ്സിൽ തിങ്ക് ചെയ്യാൻ കേട്ടോ. അതായത് ഇവളെന്താ ഇവളെ ബെസ്റ്റ് ഫ്രണ്ട് ഇങ്ങനെ പറഞ്ഞു വിടുന്നു, ഇവളെ ക്യാരക്ടർ ചേഞ്ച് ചെയ്താണ് അവൻ ചിന്തിക്കണത് കേട്ടോ. പിന്നീട് അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ ഹീറോയിൻ തന്നെയാണ്. അവളാണെങ്കിൽ അവളെ കസിൻസിനെ മീറ്റ് ചെയ്യാൻ വന്നേക്കാണ് കേട്ടോ. അപ്പോൾ
അപ്പോൾ അതിലത്തെ കസിൻ പെണ്ണാണെങ്കിൽ നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് സംസാരിക്കുകയാണ്. ഇവളെ ബിസിനസ് കുറച്ച് ഡല്ലായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് കുറച്ച് പേയ്മെൻറ്റ് വേണമെന്ന് നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് പറയുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഹീറോയിനാണെങ്കിൽ പണ്ട് കുറേ ക്യാഷ് ഇവർക്ക് കൊടുത്തിട്ടുണ്ടായിരിക്കും, അതുകൊണ്ട് തന്നെ ഇവളെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവർ വന്നേക്കണത് കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ഹീറോയിന് കാര്യം മനസ്സിലാവേണ്ട. അപ്പോൾ ഈ പെണ്ണാണെങ്കിൽ ഇവളുടെ ബോയ് ഫ്രണ്ടും കൂടെയാണ് വന്നേക്കണത്. ബോയ് ഫ്രണ്ട് എന്ന് പറയുന്നത് ഒരു ഓൾഡ് മാൻ ആണ് കേട്ടോ, ഒരു 50 വയസ്സൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇവൾ പരിചയപ്പെടുത്തി കൊടുക്കുന്നത് എൻ്റെ ബോയ് ഫ്രണ്ടാന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമ്മുടെ ഹീറോയിന് കാര്യം മനസ്സിലാവണം. എന്നിട്ട് ഇവള് മനസ്സിൽ തിങ്ക് ചെയ്യാണ് കേട്ടോ, ഒരുപാട് ക്യാഷ് ഞാൻ നിനക്ക് തന്നു, ഇനി എനിക്ക് ക്യാഷ് തരാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നും അവൾ മനസ്സിലാലോചിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ ടൈമിൽ ഇവർ സംസാരിക്കണമെങ്കിൽ നമ്മുടെ ഹീറോൻ്റെ ഒരു ബ്രദറും കാണുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ബ്രദറാണെങ്കിൽ ഹീറോൻ്റെ അടുത്ത് പറയാണ്, നമ്മുടെ സിസ്റ്ററിനോട് അടുത്ത് വീണ്ടും അവർ ക്യാഷ് ചോദിക്കുകയാണ്. ഇപ്പോൾ സിസ്റ്ററിനോ ക്യാഷ് ഒക്കെ എടുത്ത് കൊടുക്കുന്നത് നമ്മുടെ ബ്രദർ പറയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹീറോ ആണെങ്കിൽ അവളെ തന്നെ നോക്കുകയാണ് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിലോ ഇങ്ങോട്ട് തിരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടല്ലോ, കുറച്ച് വെള്ളമൊക്കെ ഡ്രോപ്സൊക്കെ കണ്ണിൽ വെച്ചിട്ട് ഇവളാണെങ്കിൽ ഒടുക്കത്തെ ആക്ടിങ് ആണ് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ കസിൻ്റെ അടുത്ത് തിരിഞ്ഞിട്ട് പറയാണ്, അയ്യോ എനിക്ക് ഇങ്ങനെ പേയ്മെൻറ്റ് തന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. കാരണം എൻ്റെ ഹസ്ബൻഡ് ഡിവോഴ്സ് ചെയ്തു, ഇനി ഹസ്ബൻഡിൻ്റെ ഒരു പൈസ പോലും എനിക്ക് എടുക്കാൻ പറ്റില്ല, മാത്രമല്ല ഞാൻ നിങ്ങൾക്ക് തന്ന പൈസ ഉണ്ടല്ലോ അതെന്നോട് തിരിച്ച് ചോദിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയും ഭയങ്കര ഇമോഷണലായിട്ട് കരയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ഈ പെണ്ണൊന്ന് ഷോക്കാവാൻ വേണ്ടിയിട്ട്, അതായത് ഇവളാണെങ്കിൽ ഉണ്ടല്ലോ അവൾക്ക് കൊടുത്ത പൈസ ഉണ്ടല്ലോ അതെങ്ങനെയെങ്കിലും തിരിച്ച് മേടിക്കണം, അതിന് വേണ്ടിയിട്ടാണ് അവൾ ഇങ്ങനെ ആക്ട് ചെയ്യണത് കേട്ടോ. അപ്പോൾ ഈ പെണ്ണ് പറയുന്നത് സത്യമായിട്ട് നിന്നെ ഡിവോഴ്സ് ചെയ്യുന്ന ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹീറോയിനും പറയുന്നുണ്ട് അതേന്ന് പറയുന്നുണ്ട് കേട്ടോ, അതുകൊണ്ട് നീ എത്രയും പെട്ടെന്ന് ആ പേയ്മെൻറ്റ് എനിക്ക് തിരിച്ചു തരണമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കേൾക്കണ സമയത്ത് നമ്മുടെ ബ്രദറും അതുപോലെ ഹീറോ ഇത് കേൾക്കണ്ടല്ലോ. അപ്പോൾ ഇവൻ പറയാണ്, അല്ല നമ്മുടെ സിസ്റ്ററിൻ്റെ എൻ്റെ ക്യാരക്ടർ ചേഞ്ച് ആയെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ, ആളെന്താ പേയ്മെൻറ്റ് തിരിച്ചു ചോദിക്കണമെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ബ്രദർ ഹീറോൻ്റെ അടുത്ത് പറയാണ്. അപ്പോൾ നമ്മുടെ ഹീറോ ആണെങ്കിൽ ഇതൊക്കെ കേൾക്കണ്ടല്ലോ. അപ്പോൾ നമ്മുടെ ഹീറോ ആണെങ്കിൽ ആലോചിക്കുകയാണ്, അല്ല മോർണിംഗ് ടൈമിൽ ഇവളുള്ള ക്ലോസ് ഫ്രണ്ടിൻ്റെ അടുത്താണെങ്കിൽ ഇവിടെ നിന്ന് ഇറങ്ങി പോകാൻ പറഞ്ഞല്ലോ, ഈ ടൈമിലാണെങ്കിൽ ഇവൾ പേയ്മെൻറ്റ് ചോദിക്കേണ്ടത്. നമ്മുടെ ഹീറോയ്ക്ക് ഒന്നും മനസ്സിലാവണില്ല കേട്ടോ. അത് നമ്മുടെ ഹീറോയിൻ്റെ ക്യാരക്ടർ എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നത് ആലോചിക്കുന്നത് കേട്ടോ. ഇവനറിയില്ലല്ലോ, കാരണം അവൾ റീസെറ്റായിട്ട് വന്നു എന്ന്. അത് കഴിഞ്ഞിട്ട് ഈ കസിൻ പെണ്ണിൻ്റെ അടുത്ത് ഈ കാര്യങ്ങളൊക്കെ പറയുകയാണല്ലോ. അപ്പോൾ കസിൻ പെണ്ണിനോട് പറയാണ്, എനിക്ക് എത്രയും വേഗം പേയ്മെൻറ്റ് തിരിച്ചു തരണം, നിൻ്റെ ബോയ് ഫ്രണ്ട് എന്ന് പറയുന്ന നല്ല റിച്ച് പേഴ്സൺ അല്ലേ, ആകെ ഒരു 5 ലക്ഷം രൂപയുള്ളൂ, അത് ഇയാൾക്ക് സിമ്പിളായിരിക്കുമല്ലോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ഇയാളും ശരി ശരി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ പെണ്ണിനാണെങ്കിൽ എന്തോ പോലെ ആവേണ്ടിട്ടാ. ഈ പെണ്ണ് മനസ്സിലാലോചിക്കാൻ, ഈശ്വരോ ഇനിയിപ്പോൾ ഞങ്ങൾ ഈ പൈസ തിരിച്ചു കൊടുക്കണോ വരുമോ എന്നാണ് ഇവൾ ആലോചിക്കുന്നത് കേട്ടോ. അങ്ങനെ ഇവളെ ചിരിയൊക്കെ മായുണ്ട്. നമ്മുടെ ഹീറോയും ബ്രദർ അവിടെ നിന്ന് പോയിട്ടുണ്ടായിരിക്കും കേട്ടോ. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കസിൻ പെണ്ണുണ്ടല്ലോ എത്രയും വേഗം ഇവിടുന്ന് പോകണമെന്നാണ് അവൾ ചിന്തിക്കണത് കേട്ടോ. അപ്പോൾ ആ ടൈമിലാണെങ്കിൽ അവളെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ കോള് വരണതാണെങ്കിൽ ഉണ്ടല്ലോ ഇവൾ ജസ്റ്റ് ആക്ട് ചെയ്ത് സംസാരിച്ചിട്ട് പറയാണ്, പെട്ടെന്ന് തന്നെ ഞാൻ വരാമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവളാണെങ്കിൽ ഉണ്ടല്ലോ കോള് കട്ട് ചെയ്യുന്നുണ്ടോ. എൻ്റെ നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് പറയാണ്, അയ്യോ എനിക്ക് അർജൻറ്റായിട്ട് ഒരു മീറ്റിംഗ് ഉണ്ടെന്ന് പറയുന്നുണ്ട്, ഞാൻ അവിടേക്ക് പോകാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹീറോയും പറയുന്നുണ്ട്, പേയ്മെൻറ്റിൻ്റെ കാര്യം മറക്കണമെന്ന് പറയുന്നുണ്ട് കേട്ടോ, നീ എത്രയും വേഗം തരണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ പെണ്ണ് ശരി ഞാൻ അതെങ്ങനെയെങ്കിലുമൊക്കെ തരാമെന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് വാഹാടി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവളെ ബോയ് ഫ്രണ്ടിനെ വിളിച്ച് ഈ പെണ്ണാണെങ്കിൽ അവിടെ നിന്ന് പോകുന്നുണ്ട്. അപ്പോൾ ഇതേ സമയത്ത് നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഉണ്ടല്ലോ ചിരി വരണ്ട് കേട്ടോ. ഇവൾ ജസ്റ്റ് ആക്ട് ചെയ്തതാണല്ലോ, അതായത് ഇവളുടെ പേയ്മെൻറ്റ് തിരിച്ചു മേടിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇവളും പറയാണ്, നീ പൊക്കോ എന്ന് പറയുന്നുണ്ട്, നിൻ്റെ കയ്യിൽ നിന്ന് എങ്ങനെ പേയ്മെൻറ്റ് തിരിച്ചു മേടിക്കണമെന്ന് എനിക്കറിയാമെന്ന് നമ്മുടെ ഹീറോയിനും അവിടെ നിന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇനി ഞാൻ ആ പഴയ ഹീറോയിനായിരിക്കില്ല എന്ന് പറയുന്നുണ്ട്, എൻ്റെ എല്ലാ തെറ്റുകളും മിസ്റ്റേക്കുകളും ഒക്കെ ഞാൻ ക്ലിയർ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനും സംസാരിക്കുന്നുണ്ട് കേട്ടോ. അതായത് എനിക്ക് ഇങ്ങനൊരു ലൈഫ് തന്നതിന് തന്നെ ഒരുപാട് താങ്ക്സ് എന്ന് പറഞ്ഞിട്ട് അവൾ ഗോഡ്സിൻ്റെ അടുത്ത് താങ്ക്സ് പറയാണ് കേട്ടോ. പിന്നീട് അത് കഴിഞ്ഞിട്ട് കാണിക്കേണ്ടത് നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഹീറോൻ്റെ ഓഫീസിൽ വന്നിട്ടുണ്ട്. എന്നിട്ട് ഇവൾ വന്നിട്ട് പറയാണ്, ഹസ്ബൻഡ് ഒരുപാട് ക്ഷീണിച്ചു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയ്ക്കാണെങ്കിൽ മസാജ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ഹീറോ ആണെങ്കിൽ ഒന്നും പറയണമെന്നില്ല കേട്ടോ. അപ്പോൾ അതേ ടൈമിൽ അവളുടെ ഫ്രണ്ട് ഉണ്ടല്ലോ, അവളാണെങ്കിൽ ഇവിടെയാണല്ലോ വർക്ക് ചെയ്യുന്നത്. എന്നിട്ട് ഇവളാണെങ്കിൽ ഒരു ടീ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ നമ്മുടെ ഹീറോനെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ടീയിൽ എന്തോ പൊടി കലർത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹീറോനെ സെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് ഇവള് വരുന്ന ടൈമിൽ നമ്മുടെ ഹീറോയിനെ കണ്ട് ഇവളൊന്ന് ഷോക്കാവുന്നുണ്ട്. അവൾ വിചാരിച്ചില്ല നമ്മുടെ ഹീറോയുടെ ഉണ്ടായിരിക്കുമെന്ന്. എന്നിട്ട് നമ്മുടെ ഹീറോയ്ക്കാണെങ്കിൽ പെണ്ണിനെ കണ്ണെടുത്താൽ കണ്ടുവിടാലോ. എന്നിട്ട് ഈ ഹീറോയും പറയാണ്, ടീ അവിടെ വെച്ചു എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നീ പൊക്കോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ഈ പെണ്ണിന് തീരെ ഇഷ്ടമാവണില്ല. എന്നാലും പിന്നെ കേൾക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ, കാരണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹീറോ ആണെങ്കിൽ ഇവിടുത്തെ ബോസ് ആണല്ലോ, ഹീറോൻ്റെ വൈഫാണല്ലോ ഇവള്, അതുകൊണ്ട് ഇവള് പറയുന്നത് കേൾക്കണല്ലോ. എന്നിട്ട് ഈ പെണ്ണും അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഇവള് കൊണ്ടുവച്ച ടീ ഉണ്ടല്ലോ, ആ ടീ ആണെങ്കിൽ നമ്മുടെ ഹീറോയിന് എടുക്കുന്നുണ്ട് കേട്ടോ. എടുത്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് പറയാണ്, അല്ല ഈ ടീ എന്തിനാണ് അവൾ നിങ്ങൾക്ക് കൊണ്ട് തന്നെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. ഈ ടീ ഒന്നും എൻ്റെ ഹസ്ബൻഡ് കുടിക്കണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ പൊട്ട ടീ ആണ്, ഞാൻ നല്ല ടീ ഉണ്ടാക്കി തരാമെന്ന് നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഹീറോയിൻ്റെ അടുത്ത് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ഹീറോ ഒന്ന് ഷോക്കായിട്ട് നമ്മുടെ ഹീറോയിനെ നോക്കാണ് കേട്ടോ. ഇതുവരെ ഇവളെ കൈകൊണ്ട് ഒരു ഗ്ലാസ് വെള്ളം പോലും ഇവൾ കൊടുത്തിട്ടില്ല കേട്ടോ നമ്മുടെ ഹീറോയ്ക്ക്. അവളാണ് ഇത് പറയുന്നതാണ് അവൻ ചിന്തിക്കുന്നത് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഹീറോയിൻ്റെ അടുത്ത് പറയാണ്, അല്ല ഇവളൊക്കെ ആരാണ് ജോലിക്ക് എടുത്തതെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഹീറോ ആണെങ്കിൽ
ടൈപ്പ് ചെയ്ത് കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ. നിൻ്റെ സ്ട്രോങ് റെക്കമെൻഡേഷനിലാണ് ഞാൻ ഇവളെ ജോലിക്ക് എടുത്തതെന്ന് ഇവനിങ്ങനെ എഴുതി കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കാണുമ്പോൾ നമ്മുടെ ഹീറോയിനും ശരിയാണല്ലേ, ഞാനാണല്ലോ ഇവിടെ റെക്കമെൻഡ് ചെയ്തതെന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇവളെന്തായാലും ഇവിടെ ജോലിക്ക് വേണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. എനിക്ക് എന്തോ ഇവിടെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ ആ ടീ കുടിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത് കുടിച്ച് കഴിയുമ്പോഴേക്ക് ഹോട്ടായിട്ട് ഫീൽ ആവുന്നുണ്ട് കേട്ടോ. കാരണം ടീയിൽ എന്തോ പൊടി അവൾ കലർത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോയിനാണ് ഞാൻ നിങ്ങളെ കിസ് ചെയ്യാൻ പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് വന്ന് ക്ലോസ് ആയിട്ട് വന്നിട്ട് അവനൊരു കിസ് കൊടുക്കുന്നുണ്ട് കേട്ടോ. കിസ് കിട്ടണ പക്ഷേ നമ്മുടെ ഹീറോ ഒന്ന് ഷോക്ക് ആവുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഒരു ഫസ്റ്റ് ടൈം കിസ് ചെയ്തും പോരാണ്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ വീണ്ടും അവൻ്റെ അടുത്ത് ക്ലോസ് ആയി വന്നിട്ട് പറയാണ് എനിക്ക് വീണ്ടും നിങ്ങളെ കിസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് വീണ്ടും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹീറോയ്ക്ക് മനസ്സിലായിട്ടുണ്ട് ഇത് അത്ര പന്തിയല്ലാന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോ ആണെങ്കിൽ നമ്മുടെ ഹീറോയിനെ എടുത്ത് അവൻ വേറെ റൂമിൽ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. അവന് കാര്യം മനസ്സിലായിട്ടുണ്ട്, ആ ടീയിൽ എന്തോ കലർത്തിട്ടുണ്ടെന്ന്. അതാണ് നമ്മുടെ ഹീറോയിനെ ഇങ്ങനെ ആയെന്ന് അവന് മനസ്സിലായിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് കുറച്ച് നേരം നമ്മുടെ ഹീറോയിനാണെങ്കിൽ ബോധം കിട്ടി കിടന്നുറങ്ങി. നമ്മുടെ ഹീറോ ആണെങ്കിൽ നല്ല രീതിയിൽ അവളെ കെയർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ കണ്ണ് തുറക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് അവളൊപ്പം തന്നെ നമ്മുടെ ഹീറോ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹീറോയും വിചാരിക്കും ഇവിടെ എന്തെങ്കിലുമൊക്കെ നടന്നെന്ന് വെച്ചിട്ട് ഇവളാണെങ്കിൽ ആദ്യം നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് സോറി പറയുന്നുണ്ട് കേട്ടോ. അതായത് വേറൊന്നല്ല, ഇനി ഞാനത് പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആ കുട്ടീനെ അബോർഷൻ ചെയ്ത് കളഞ്ഞോളാം, നിങ്ങൾക്ക് ഇഷ്ടമല്ലെന്നൊക്കെ പറഞ്ഞിട്ട് ഇവളാണെങ്കിൽ കുറച്ച് കാട് കയറി പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുന്ന സമയത്ത് നമ്മുടെ ഹീറോ ആണെങ്കിൽ ഒന്നും മിണ്ടല്ല കേട്ടോ. അവൻ ഇവള് പറയുന്നത് ഇങ്ങനെ കേട്ടിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഇവള് പറയാണ് എനിക്ക് എന്താ സംഭവിച്ചത് എനിക്കറിയില്ല, ടീ കുടിച്ചതിന് ശേഷമാണ് എനിക്ക് ഇങ്ങനെ സംഭവിച്ചെന്നൊക്കെ നമ്മുടെ ഹീറോയും പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ നിങ്ങൾ ഒരുപാട് ഡിസ്റ്റർബ് ചെയ്തെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവള് വീണ്ടും സോറി പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ കേൾക്കുന്ന സമയത്ത് നമ്മുടെ ഹീറോ ആണെങ്കിലോ ടൈപ്പ് ചെയ്ത് കാണിച്ചു കൊടുക്കാൻ കേട്ടോ. നീ ഉദ്ദേശിക്കുന്ന ടൈപ്പ് ഇവിടെ ഒന്നും നടന്നിട്ടില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഞാൻ വേറൊരു മെത്തേഡാണ് യൂസ് ചെയ്തത് നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് നമ്മുടെ ഹീറോ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ഹീറോയിന് കുറച്ച് ക്ഷേമൊക്കെ ആവുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ പറയാണ് ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവനും അതേന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇവള് പറയാണ് സോറി എന്ന് പറഞ്ഞു നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്തെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹീറോയും ആന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഹീറോയും പറയാണ് ആ കോഫി കുടിച്ചതിന് ശേഷമാണ് എനിക്ക് ഇങ്ങനെ സംഭവിച്ചെന്ന് പറയുന്നുണ്ട്. ഇതിനെല്ലാം ഉത്തരവാദി അവളാണ്, നിങ്ങൾക്ക് വെച്ച പണിയെന്ന് പറയുന്നുണ്ട് കേട്ടോ. അത് എനിക്ക് കിട്ടിയെന്ന് പറയുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഹീറോയിനെ സെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ആ കോഫിയിൽ അവൾ ആ പൊടി ചേർത്തിട്ടുണ്ടായിരിക്കുക. പക്ഷെ നമ്മുടെ ഹീറോയിനായിരിക്കില്ല ആ കോഫി കുടിച്ചിട്ടുണ്ടായിരിക്കുക. അതാണ് അവൾക്ക് ഇങ്ങനെ വന്നത് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ കുറച്ച് ഷെയ്യൊക്കെ ആവുന്നുണ്ട് കേട്ടോ. അവൻ്റെ അടുത്ത് ക്ലോസ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നല്ലോ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ പറയുകയാണ് എത്ര വേഗം അവൾ ഇവിടുന്ന് ഓഫീസിൽ നിന്ന് പറഞ്ഞയക്കണം, ഇനി ഇതുപോലുള്ള ഒരാളും ഈ ഓഫീസിൽ ഉണ്ടാവാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് എൻ്റെ ഹസ്ബൻഡ് തന്നെ സെഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവളാണെങ്കിൽ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോയിൻ പറയാണ് അവൾ ഇന്ന് തന്നെ ഇവിടുന്ന് റിസൈൻ ചെയ്ത് വിടണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവളാണെങ്കിൽ കോൾ ചെയ്യേണ്ടിട്ട്, അതായത് ഇവളെ ഫ്രണ്ടിൻ്റെ അടുത്ത് ഇവിടേക്ക് വരാൻ പറയേണ്ടിട്ടാ. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ഹീറോയ്ക്ക് ഭയങ്കര ഷോക്ക് ഇട്ട്. ഇവൾ തന്നെയാണ് റെക്കമെൻഡ് ചെയ്തിട്ട് ഇവളെ ജോലിക്കെടുത്ത ഇവൾ തന്നെ ഇവളോട് പോകാനൊക്കെ പറയാനാണ് ഇവൻ ചിന്തിക്കുന്നത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ആ പെണ്ണാണെങ്കിൽ നമ്മുടെ ഹീറോയിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഈ പെണ്ണ് വന്നു കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് ഹായലുള്ളൂ എന്ന് സംസാരിക്കണം. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോയിൻ നല്ല ദേഷ്യം വരാൻ എന്നിട്ട് പറയാണ് നീ എന്താണ് ടീയിൽ കലർത്തിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഇവള് പറയുന്നുണ്ട് ഞാനൊന്നും ചെയ്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോയിൻ പറയുന്നുണ്ട് നീ എൻ്റെ കൂട്ടുകാരായിട്ട് എൻ്റെ ഹസ്ബൻഡ് തന്നെ സെഡ്യൂസ് ചെയ്യാൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവളാണെങ്കിൽ നല്ല രീതിയിൽ ഇവള് പെണ്ണിനെ ഫയർ ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോയിൻ പറയാണ് ഇനി നീ ഇവിടെ ജോലിക്ക് വേണമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുന്ന സമയത്ത് നമ്മുടെ ഈ പെണ്ണാണെങ്കിൽ ഹീറോൻ്റെ അടുത്ത് പറയുന്നുണ്ട് സാർ ഞാൻ ചെയ്ത് തെറ്റാണ് സോറി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പക്ഷെ നമ്മുടെ ഹീറോ ആണെങ്കിൽ ഇവള് പറയുന്നതൊന്നും കേൾക്കില്ല. എന്നിട്ട് ഇവനാണെങ്കിൽ ഇവൻ്റെ സെക്യൂരിറ്റി ഗാർഡ്സിനെ വിളിക്കുന്നുണ്ട് കേട്ടോ. അതായത് ഈ പെണ്ണിനെ ഇവിടുന്ന് പിടിച്ച് പുറത്താൻ വേണ്ടിയിട്ടാണ്. ഈ പെണ്ണാണെങ്കിൽ സോറി എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നെ ജോലി നിന്ന് പറഞ്ഞാക്കില്ലെന്ന് പറയുന്നുണ്ട് ലുലു എന്നൊക്കെ പറഞ്ഞിട്ട് ഹീറോയിൻ്റെ അടുത്ത് കെഞ്ചുണ്ട് കേട്ടോ. പക്ഷെ അവളാണെങ്കിൽ കേൾക്കണില്ല. എന്നിട്ട് അവിടുത്തെ സെക്യൂരിറ്റി ഗാർഡ്സൊക്കെ വരുന്നുണ്ട് കേട്ടോ. ജീവന്മാർ വന്ന് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ പെണ്ണിനാണെങ്കിൽ അവിടെ നിന്ന് പിടിച്ച് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പിടിച്ച് കൊണ്ടുപോകുന്ന സമയത്ത് ഇവള് പറയാനിട്ടോ ലുല്ലു എന്നോട് ക്ഷമിക്കുന്നൊക്കെ പറയുന്നുണ്ട്, ഞാൻ നിൻ്റെ ഫ്രണ്ടല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഹീറോയിനാണെങ്കിൽ ആ പെണ്ണ് പറയുന്നൊന്നും കേൾക്കണില്ല കേട്ടോ. ഹീറോയിനാണെങ്കിൽ നമ്മുടെ ഹീറോയിനെ തന്നെ നോക്കി നിൽക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോൻ്റെ അടുത്ത് നമ്മുടെ ഹീറോയിൻ പറയാണ് ഞാൻ പഴയ രീതിയിലായിരുന്നപ്പോൾ നിങ്ങൾ ഒരുപാട് ഞാൻ ഹേർട്ട് ചെയ്തിട്ടുണ്ട്, ഒരുപാട് നിങ്ങളെ ഞാൻ ടോർച്ചർ ചെയ്തിട്ടുണ്ട്, അതിനൊക്കെ സോറി എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഞാൻ ആ പഴയ ഞാനല്ല എന്ന് പറയുന്നുണ്ട്. ഇനി നിങ്ങളെൻ്റെ സ്വീറ്റ് ഹസ്ബൻഡ് ആയിരിക്കും എന്ന് പറഞ്ഞ് നിങ്ങളെ ഞാൻ നല്ല രീതിയിൽ കെയർ ചെയ്യുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട് കേട്ടോ. ചെയ്ത തെറ്റിനൊക്കെ സോറി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോൻ്റെ അടുത്ത് സോറി പറയുന്നുണ്ട് കേട്ടോ നമ്മുടെ ഹീറോയിൻ. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ഹീറോയ്ക്ക് ഒന്ന് ഷോക്ക് ആവുന്നുണ്ട് കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹീറോയിൻ തന്നെയാണ് ഇത് പറയുന്നതാണ് അവൻ ചിന്തിക്കുന്നത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നീട് കാണിക്കുന്നത് ഈ ഓഫീസിലെ 2 സ്റ്റാഫിനാണ് കേട്ടോ. അതായത് ഇവർ 2 പേരാണെങ്കിൽ നമ്മുടെ ആ പെണ്ണിനെ കുറിച്ചിട്ട് മോശമായിട്ട് പറയാണ് കേട്ടോ. ഇവളുടെ ബെസ്റ്റ് ഫ്രണ്ടായിരുന്നു നമ്മുടെ മേഡത്തിൻ്റെ ഹസ്ബൻഡ് തന്നെ ഇവിടെ സെഡ്യൂസ് ചെയ്യാൻ ശ്രമിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. ഇവിടെ ക്യാരക്ടർ ഭയങ്കര ബേഡാന്നൊക്കെ പറഞ്ഞിട്ട് ഈ പെണ്ണിൻ്റെ അടുത്ത് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുന്ന സമയത്ത് ഈ പെണ്ണിനാണെങ്കിൽ ഭയങ്കര ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഈ പെണ്ണ് പറയണത് നിങ്ങൾ
എന്തറിഞ്ഞിട്ട് പറഞ്ഞതെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ അങ്ങനെ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് ആ പെണ്ണുങ്ങളും പറയുന്നുണ്ട് തെറ്റ് ചെയ്യാനാണോ നിങ്ങൾ പിടിച്ച് പുറത്താക്കിയതെന്ന് അവരും ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് ഈ പെണ്ണാണെങ്കിൽ ഭയങ്കര നാണക്കേടാവുന്നുണ്ട് കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഉള്ള ബാഡായിട്ട് പറയണില്ല. എന്നിട്ട് ഇവളാണെങ്കിൽ മനസ്സിലാലോചിക്കാണ് കേട്ടോ. ലുലു നിനക്കിട്ടുള്ള പണി ഞാൻ എന്തായാലും തരുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവളവിടെ നിൽക്കുന്നുണ്ട്. പിന്നീട് അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ ഹീറോനും അതുപോലെ തന്നെ അവൻ്റെ ബ്രദറിനെയാണ് കേട്ടോ. ഇവർ രണ്ടുപേരും ഹോസ്പിറ്റലിൽ വന്നേക്കാണ്. അപ്പോൾ ഈ ബ്രദറാണെങ്കിലോ ബൈക്ക് റേസിങ്ങിന് പോയിട്ട് അവന് ചെറുതായിട്ട് ആക്സിഡൻറ്റ് സംഭവിക്കും. അപ്പോൾ അതിന് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡോക്ടറെ അടുത്ത് വന്നേക്കുന്നത് കേട്ടോ. ടൈമിൽ നമ്മുടെ ഹീറോ ആണെങ്കിൽ നല്ല രീതിയിൽ വഴക്ക് പറയുന്നുണ്ട്. അപ്പോൾ ഇവനാണെങ്കിൽ സോറി പറയുന്നുണ്ട് കേട്ടോ. ഇനിമേൽ ഇത് റിപ്പീറ്റ് ചെയ്യലാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതേ ടൈമിൽ ഇത് സംസാരിക്കുന്ന സമയത്തുണ്ടല്ലോ നമ്മുടെ ഹീറോയിനാണെങ്കിൽ അതിൽ കൂടെ പാസ് ചെയ്ത് പോകുന്നുണ്ടായിരിക്കും. എന്നിട്ട് ബ്രദറാണെങ്കിൽ നമ്മുടെ ഹീറോൻ്റെ അടുത്ത് പറയാണ് ദേ നമ്മുടെ സിസ്റ്റർ ലോ പോകണമെന്ന് പറയുന്നുണ്ട് കേട്ടോ. ദേ അവിടേക്ക് നോക്കുന്നു പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹീറോ നോക്കുന്ന സമയത്ത് നമ്മുടെ ഹീറോയിൻ അതിൽ കൂടെ പോകണ്ടായിരിക്കണ്ട. എന്നിട്ട് ബ്രദർ ചോദിക്കാൻ അല്ല സിസ്റ്റർ ലോ എന്നാണ് ഹോസ്പിറ്റലിൽ നിന്ന് ചിന്തിക്കുകയാണ് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോയിൻ പറയണത് എന്താണെന്ന് കേൾക്കാൻ വേണ്ടി ഇവൻ ഒളിഞ്ഞു നിന്ന് കേൾക്കുകയാണ് കേട്ടോ. അപ്പോൾ ഡോക്ടറെ അടുത്ത് നമ്മുടെ ഹീറോയിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതായത് ഹീറോയ്ക്കാണെങ്കിൽ സംസാരിക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവൾ വന്നേക്കുന്നത്. അപ്പോൾ ഈ സമയത്ത് ഡോക്ടർ പറയാണ് അല്ല ഫസ്റ്റ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഹീറോൻ്റെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ലല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആയോ എന്ന് ചോദിക്കും. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോയിൻ പറയുന്നുണ്ട് ഫസ്റ്റ് ഞാനല്ല എന്ന് പറയുന്നുണ്ട് എൻ്റെ ഹസ്ബൻഡിനെ എന്തായാലും ഇതിന് റിക്കവർ ആക്കണമെന്ന് പറയുന്നുണ്ട് കേട്ടോ. ആൾക്ക് എന്തായാലും സംസാരിക്കാൻ കഴിയണം. അതിന് വേണ്ടിയിട്ട് എന്ത് വേണമെങ്കിലും ചെയ്യാൻ ഞാൻ റെഡിയാന്ന് നമ്മുടെ ഈ ഡോക്ടറെ അടുത്ത് സംസാരിക്കേണ്ടതുണ്ട്. ഡോക്ടറും പറയാണ് നിങ്ങളുടെ ഹസ്ബൻഡിൻ്റെ എന്തോ ഒരു ഇൻസിഡൻറ്റ് നടന്നിട്ടുണ്ട് ചെറുപ്പത്തിൽ, അതുമൂലമാണ് ആൾ സംസാരിക്കേണ്ടത് എന്നൊക്കെ പറയേണ്ടത്. അത് എന്താണെന്ന് കണ്ടെത്തണം. അതുപോലെ തന്നെ ആൾ കൂടെ എപ്പോഴും കെയർ ചെയ്തിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കണം നിങ്ങളെന്ന് പറയേണ്ട. ആൾക്ക് ഒറ്റപ്പെട്ട ഫീൽ ഉണ്ടാകുമ്പോൾ ആളെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ ചെയ്ത് നമുക്ക് പതുക്കെ ആളിങ്ങോട്ട് കൊണ്ടുവരാമെന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ ആക്കി. അപ്പോൾ ഇതേ സമയത്തുണ്ടല്ലോ നമ്മുടെ ഈ ബ്രദർ ഇത് കേട്ടിട്ട് പറയാണ് എന്ത് നമ്മുടെ സിസ്റ്ററിലോ തന്നെയാണ് ഇത് പറയണതെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. എന്ത് ബ്രദറിനെ കുറിച്ചിട്ട് ആൾക്ക് ഇത്ര കെയറിങ് ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. ബ്രദറിനെ കുറിച്ചിട്ടാണല്ലോ സംസാരിക്കുന്നത്, എനിക്കിത് വിശ്വസിക്കാൻ പറ്റില്ലെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ഹീറോയ്ക്ക് എന്താ പോലെ ആവേണ്ടിട്ട് നമ്മുടെ ഹീറോയും ചിന്തിക്കുകയാണ് എല്ലാം ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇവളെ ഇങ്ങനെയാണല്ലോ ബിഹേവ് ചെയ്യുന്നത്, ഇവളെ ക്യാരക്ടർ ചേഞ്ച് ചെയ്യുന്നതാണ് നമ്മുടെ ഹീറോ ആലോചിക്കണത് കേട്ടോ. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മുടെ ബ്രദർ ഹീറോൻ്റെ അടുത്ത് പറയുകയാണേ ഇതെന്താ ഇങ്ങനെ ആക്ടിങ് ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ഹീറോ ഇങ്ങനെ ആലോചിക്കാണ് കേട്ടോ. എന്നിട്ട് നമ്മുടെ ബ്രദറാണെങ്കിൽ വീണ്ടും കേൾക്കാതിരിക്കാനുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ഹീറോ പറയാണ് മതി മതി എന്ന് അവൻ ആക്ഷൻ കാണിച്ചിട്ട് നമ്മുടെ ബ്രദറിനാണെങ്കിൽ അവിടെ നിന്ന് പിടിച്ച് കൊണ്ടുപോകണ്ടിട്ടാ. അപ്പോൾ അവൻ പറയാണ് നിക്ക് ബാക്കി ഫിനിഷ് ചെയ്യട്ടെ എന്ന് പറയുന്നുണ്ട് കേട്ടോ. പക്ഷെ നമ്മുടെ ഹീറോ കൂട്ടാക്കാനുള്ള അവനാണെങ്കിൽ അവിടെ നിന്ന് കൊണ്ടുപോവാണ് കേട്ടോ. പിന്നീട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ അതുപോലെ തന്നെ ഡോക്ടറും കണ്ടിന്യൂ ചെയ്യാണ് കേട്ടോ. അതായത് നമ്മുടെ ഡോക്ടറാണെങ്കിൽ നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് പറയാണ് ഞാൻ പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും ചെയ്യണമെന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഹീറോയ്ക്ക് എന്തോ നടന്നിട്ടുണ്ട്, അപ്പോൾ അതെന്താണെന്ന് കണ്ടെത്തണം, അതിന് ശേഷം നമുക്ക് ഇതൊക്കെ റിക്കവർ ആക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് നല്ല രീതിയിൽ സംസാരിക്കണം, അവൻ ഒറ്റപ്പെട്ട ഫീൽ ഉണ്ടാകാൻ പാടില്ല, അവന് നല്ല കെയറിങ് ഒക്കെ കൊടുക്കണം എന്ന് പറയുന്നുണ്ട് കേട്ടോ. അതായത് അവൻ്റെ അടുത്ത് എപ്പോഴും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഹീറോയ്ക്കും തിരിച്ച് സംസാരിക്കാനുള്ള ഒരു ഇത് വരുന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് നിങ്ങൾ അതിനൊക്കെ റെഡി അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോയിൻ പറയുന്നുണ്ട് എൻ്റെ ഹസ്ബൻഡ് സംസാരിക്കാൻ എന്ത് ചെയ്യാനും ഞാൻ റെഡിയാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആളൊന്ന് സംസാരിച്ചാൽ മതി, അത് മാത്രമാണ് എൻ്റെ ആഗ്രഹം എന്ന് നമ്മുടെ ഹീറോയിനും ഡോക്ടറെ അടുത്ത് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഡോക്ടറും ഓക്കെ എന്ന് പറയുന്നുണ്ട്. പിന്നീട് അത് കഴിഞ്ഞിട്ട് നൈറ്റ് വന്നിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ കലിപ്പിലാന്ന് സംസാരിക്കാനുണ്ട് ഹീറോയിൻ്റെ അടുത്ത്. എന്നിട്ട് സംസാരിച്ചാൽ പോരാണ്ട് ഇവളാണെങ്കിലല്ലോ നമ്മുടെ ഹീറോയ്ക്ക് കിസ് കൊടുക്കാൻ കേട്ടോ. അത് കാണുമ്പോൾ നമ്മുടെ ഹീറോ ഒന്ന് ഷോക്കാവുന്നുണ്ട് കേട്ടോ. അതായത് ഇവള് തന്നെയാണെന്നാണ് നമ്മുടെ ഹീറോ ചിന്തിക്കുന്നത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് കിസ് കൊടുത്ത ശേഷം കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോ ആണെങ്കിൽ ടൈപ്പ് ചെയ്ത് കാണിച്ചു കൊടുക്കുകയാണ് ഇനി ഒരുപാട് ലൈറ്റ് ആയിട്ടാണ് നമുക്ക് എടുക്കാൻ പോകുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇവർ സെപ്പറേറ്റ് റൂമിലാണ് കളിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ടൈമിലാണെങ്കിൽ നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ ഹീറോ എണിക്കുന്ന ടൈമിൽ ഇവൻ്റെ കൈ പിടിച്ചിട്ട് പറയാണ് നമ്മൾ ലീഗലായിട്ടുള്ള കപ്പിൾസാണ്, ഹസ്ബൻഡ് ആൻഡ് വൈഫാണ് എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ഒരുമിച്ച് കിടക്കാം. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ബെഡ് ഇത്തിരി സ്മോളാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് എനിക്ക് പ്രോപ്പറായിട്ട് കിടക്കാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയുടെ അടുത്ത് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ഹീറോയും പറയണത് കാരണം നമ്മുടെ ഹീറോ ആണെങ്കിൽ അതിനെതിർത്തൊന്നും പറയണില്ല കേട്ടോ. എന്നിട്ട് പറയാണ് ഞാൻ നിങ്ങളുടെ കൂടെ കിടന്നോട്ടെ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് അവനും ഓക്കെ പറയുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് രണ്ടുപേരും സ്ലീപ്പ് ചെയ്യണം. അപ്പോൾ ഈ ടൈമിലാണെങ്കിൽ നമ്മുടെ ഹീറോയ്ക്കാണെങ്കിൽ ഉണ്ടല്ലോ ഒറ്റ നൈറ്റും മര്യാദയ്ക്ക് കിടന്ന് ഉറങ്ങാൻ പറ്റില്ല കേട്ടോ. കാരണം ഇവൻ എന്തൊക്കെയോ പാസ്റ്റ് നടന്ന ഓരോ കാര്യങ്ങൾ ഇങ്ങനെ വരും കേട്ടോ. അതായത് ആൾക്കാരെ മുന്നിൽ വെച്ച് ഇവൻ പോണ ടൈമിൽ ഇവന് സംസാരിക്കാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇവനാണെങ്കിൽ നല്ല രീതിയിൽ അവരിങ്ങനെ അപമാനിക്കും. അതുപോലെ തന്നെ ആക്സിഡൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർമ്മ വരുന്നുണ്ട്. അപ്പോൾ ഈ സമയത്താണെങ്കിൽ ഇവൻ പിച്ചുമയും പറയാണ്. അപ്പോൾ നമ്മുടെ ഹീറോയിനാണ് എടുത്ത് കിടക്കണത്. എന്നിട്ട് ഇവളാണെങ്കിൽ ഇവൻ നല്ല രീതിയിൽ കംഫർട്ട് ആക്കുന്നുണ്ട് കേട്ടോ. അതായത് കുഴപ്പമില്ല സാല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അങ്ങനെ
നെക്സ്റ്റ് ഡേ മോർണിംഗ് ആവുകൊണ്ട് മോർണിംഗ് ടൈമിലാണെങ്കിൽ നമ്മുടെ ഹീറോ ഹാപ്പി ആയിട്ട് എനിക്കുണ്ടായിട്ട് ഇവൻ പറയാണ് ഫസ്റ്റ് ടൈമാണ് ഞാൻ നല്ല രീതിയിൽ പ്രോപ്പറായിട്ട് കിടന്ന് ഉറങ്ങണമെന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇവനാണെങ്കിൽ തിരിഞ്ഞ് നോക്കുന്ന സമയത്തോ നമ്മുടെ ഹീറോയിനാണെങ്കിൽ നൈറ്റ് ഉറങ്ങിയിട്ടേ ഉണ്ടായിരിക്കില്ല കേട്ടോ. നമ്മുടെ ഹീറോയിനെ ഫുള്ളായിട്ട് അവൾ നോക്കുന്നുണ്ടായിരിക്കും. എന്നിട്ട് ഹീറോയിൻ പറയാണ് നീ നൈറ്റ് എന്തൊക്കെയോ പറഞ്ഞു അതുകൊണ്ട് എനിക്ക് ഉറങ്ങാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എക്സ്റ്റൻഡ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞതെന്നൊക്കെ നമ്മുടെ ഹീറോയിൻ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴാണ് നമ്മുടെ ഹീറോയ്ക്ക് കാര്യം മനസ്സിലാവുക, അതായത് ഇവൻ ഉറങ്ങാൻ കാരണം നമ്മുടെ ഹീറോയിനാണ് എന്നിട്ട് ഹീറോയിൻ്റെ ഉറക്കം ഒളിച്ചിട്ടായിരിക്കും ഇവനെ അവൾ കെയർ ചെയ്തിട്ടുണ്ടായിരിക്കുക. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഇവൻ എന്തോ പോലെയാണ്. എന്നിട്ട് നമ്മുടെ ഹീറോയിൻ ഇങ്ങനെ ടൈപ്പ് ചെയ്തിട്ട് സോറി എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ടൈമിൽ നമ്മുടെ ഹീറോയിൻ പറയുന്നുണ്ട് സോറി എന്നോട് പറയണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ എൻ്റെ കടമയെന്ന് പറയേണ്ട ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് കണ്ടാൽ മതി എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്ത് കാര്യം ചെയ്യാൻ ഞാൻ റെഡിയാന്ന് പറയുന്നുണ്ട്, നീ എന്നെ കോപ്പറേറ്റ് ചെയ്താൽ മതി എന്ന് പറയുന്നുണ്ട് കേട്ടോ എൻ്റെ കൂടെ. അതായത് എങ്ങനെയെങ്കിലും നമ്മുടെ ഹീറോയിനെ സംസാരിപ്പിക്കണം, അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഹീറോയിൻ ട്രൈ ചെയ്യണത് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോയിൻ പറയുന്നുണ്ട് എൻ്റെ കൂടെ നിൽക്കില്ലെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹീറോ ഒന്നും മിണ്ടല്ല കേട്ടോ, നമ്മുടെ ഹീറോയിനെ തന്നെ നോക്കാണ് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ നമ്മുടെ ഹീറോയിൻ്റെ തലയ്ക്കൊരു ചെറിയ തട്ട് കൊടുത്തിട്ട് പറയാണ് ഒന്നിനെക്കുറിച്ച് ഓർത്ത് വറിയിടാവണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ എപ്പോഴും കൂടി ഉണ്ടാവും എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയുടെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹീറോയിനെ നമ്മുടെ ഹീറോയിനൊന്ന് നോക്കുന്നുണ്ട് കേട്ടോ. ചെറിയൊരു ഫീലിങ്സ് ഒക്കെ അവന് സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് നമ്മുടെ ഈ മൂവിയുടെ ഫസ്റ്റ് പാർട്ട് ഉണ്ടാവണത് കേട്ടോ. സെക്കൻഡ് പാർട്ട് ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, ബൈ.